കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ? അവിടെ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലുള്ള ഭരണം നടക്കുന്നുണ്ടോ? കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളൊന്നും ഇപ്പോൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളൊന്നും അന്ന് ഇന്ത്യയുടെ ഭാഗങ്ങളല്ലായിരുന്നു. ഇപ്പോൾ സിക്കിം പോലെ ആണെങ്കിലും പുതുശ്ശേരി ആണെങ്കിലും ഗോവ ദാമൻ ദ്വീപ് ആണെങ്കിലും ഒന്നും ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, വിദേശ കൈകളിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തു വെച്ച ഒരു പ്രൊവിഷനാണ് ചില പ്രദേശങ്ങളൊക്കെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി രൂപീകരിക്കണം. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഗവൺമെന്റിനെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന ആള് റേസ് ചെയ്ത ചില ഇഷ്യൂസ് ഉണ്ട്. സോണം വാങ്ചുക്കിനോടും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളോടും പ്രവർത്തന രീതികളോടും നമ്മൾ പൂർണ്ണമായിട്ട് വിയോജിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ട്. ഇപ്പോൾ മോദി ഗവൺമെന്റ് നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്റലിജൻസിൽ നമ്മൾ വിദേശ രാജ്യങ്ങളുമായിട്ടും അജ്ഞാതർ പോകുന്നു, മറ്റു രാജ്യങ്ങൾ കൊല്ലുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെടുന്ന പല സംഭവങ്ങളും ഇന്റലിജൻസിന് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയ വീഴ്ചയാണ്. അതായത് ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചിട്ടാണ് മണിപ്പൂർ ഈ പ്രശ്നം അത്രയും ഉണ്ടായത്. അപ്പം മണിപ്പൂർ ഇങ്ങനൊരു വിധി നടപ്പിലാക്കുമ്പോഴത്തേക്ക് ഉണ്ടാകാമായിരുന്ന ഇപ്പൊ ഇന്റലിജൻസിന്റെ രീതി തന്നെ സംഭവിച്ച് നടന്നതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യലല്ല. ഇന്റലിജൻസിന്റെ ആ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, അതിനെ എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാം എന്നുള്ളതിന്റെ അഡ്വൈസും കൂടെയാണ്. ഇന്നതൊക്കെ സംഭവിക്കുന്നു, അതിന്റെ പരിണിത ഫലങ്ങൾ ഇന്നതായിരിക്കും, അതിന് നമ്മൾ ഇന്നതൊക്കെ ചെയ്യണമെന്ന് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങേറ്റം കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിദേശ രാജ്യത്തിന്റെ രാജാവ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്നിട്ട് പോയി. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് വീഴ്ചയാണ്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് തുളകൾ വീഴുന്നിട്ടുണ്ട്. ഈ തുളകൾ വീഴുന്നത് അത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഇന്റലിജൻസിന്റെ വീഴ്ചകൾ എന്ന് പറയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് വീഴ്ച വരുമ്പോഴത്തേക്ക് അത് തടയിടാൻ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് സംവിധാനങ്ങളൊക്കെ അതായത് സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് സംസ്ഥാനങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലാഘവം കുറവാണ്. പക്ഷെ കേന്ദ്രഭരണ പ്രദേശത്ത് ഇന്റലിജൻസിന്റെ വീഴ്ച ഉണ്ടാകുമ്പോഴത്തേക്ക് അതൊരു യുദ്ധത്തിലോട്ട് തന്നെ എത്തും. ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്, ജമ്മു കാശ്മീർ ഗവൺമെന്റ് അവിടെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാണ്, അതിന് ഇതുവരെയും പൂർണ്ണ സംസ്ഥാന പദവി കൊടുത്തിട്ടില്ല. അപ്പോൾ പഹൽഗാമില് ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നു കൊടുത്തത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഇന്റലിജൻസ് ഏജൻസീസ് കേന്ദ്ര ഗവൺമെന്റിനെ അത് അറിയിച്ചില്ല എന്നാണ് ആ സമയത്ത് വന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പം നമ്മുടെ ഇന്റലിജൻസിന്റെ അകത്തോട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുന്നില്ല, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നത്. അത് സാമാന്യ ജനം ചിലപ്പോൾ നോക്കുന്നതും അങ്ങനെ ആയിരിക്കുമല്ലോ. അവിടെ എന്തുകൊണ്ട് അങ്ങനെ പഹൽഗാമിൽ അങ്ങനെ ഒരു സംഭവം നടന്നു? അതെ, അത് ഈ ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സെക്യൂരിറ്റി നിരീക്ഷണം കൃത്യമാണ്. കാരണം ഇന്റലിജൻസിന്റെ വീഴ്ചയല്ലേ. ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കാം. അത് ഒരു കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള രീതിക്ക് അവർക്ക് പല കാര്യങ്ങളിലോട്ടും അവർക്ക് ആക്സസ് ഇല്ല. സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശത്തെ സംസ്ഥാന ഗവൺമെന്റിന് ചില കാര്യങ്ങളൊന്നും ആക്സസ് ഇല്ല, സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും അവരെ അറിയിക്കാറില്ല. അപ്പോൾ ഇത് രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ലഡാക്കിലുണ്ടായ ഒരു വിഷയമാണ്. ലഡാക്ക് ഒരു വലിയ ഭൂപ്രദേശമാണ്, പക്ഷെ അവിടുത്തെ ജനസംഖ്യ 3 ലക്ഷത്തോളേ ഉള്ളൂ. ഇപ്പം നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ചുമ്മാ കിടക്കുകയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അവിടുത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങളും ഇതെല്ലാം നമ്മുടെ രാജ്യവിരുദ്ധ, ഇതൊരു ബോർഡറിലാണെന്നും കൂടെ ഉദ്ദേശിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായിട്ട് രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം, നമുക്കറിയത്തില്ല. കാര്യം ഈ ഭാഗം എന്ന് പറയുന്നത് ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. കാർഗിൽ പോലുള്ള വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ വരുന്ന ഏരിയയാണ്. അപ്പൊ അവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാവുകയും അവിടെ ഈ സോനം വാങ്ചുക്കിനെ പോലുള്ള ഒരാൾ പല പ്രാവശ്യം പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ട്
ഇന്ത്യ ഗവൺമെന്റ് ഇത് അറിയുകയോ അദ്ദേഹത്തെ കരുതൽ തടങ്കലിലോട്ട് ആക്കുകയോ ചെയ്തില്ല എന്നുള്ളത് ഇന്റലിജൻസ് വീഴ്ചയാണ്. നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഗവൺമെന്റിന് ഉണ്ടാകുന്ന വീഴ്ചകൾ ഇനി വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള തീർച്ചയായിട്ടും അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചണ്ഡീഗഡ് പോയിട്ട് ബാക്കിയെല്ലാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ചണ്ഡീഗഡ് ഇപ്പം അവർ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായതുകൊണ്ടാണ് കേന്ദ്രഭരണ പ്രദേശമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ആണെങ്കിൽ ഇന്ത്യയുടെ ഒരു മിലിറ്ററി ബേസും സ്പേസ് കമാൻഡും ഒക്കെ കൂടെ ആയിട്ട് ഇപ്പോൾ അതൊരു മിലിറ്ററി ദ്വീപായിട്ട് മാറി. ഇത്രയും കാലം അവിടെ പലർക്കും ഇന്ത്യയിലേക്ക് പറ്റുന്ന ഇടങ്ങളായിരുന്നു. അല്ല, ഇന്ത്യയിലേക്ക് നിരോധിക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ പാകിസ്ഥാൻ വഴിയും മറ്റ് രാജ്യങ്ങൾ വഴിയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഏരിയ ആയിരുന്നു. അപ്പൊ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഇപ്പൊ ഏകദേശം അതൊരു കംപ്ലീറ്റ് ഒരു മിലിറ്ററി ബേസ് പോലെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞു. അടുത്ത ദാദർ നഗർ ഹവേലിയും ദാമൻ ദിയുവും ഇതുപോലുള്ള പ്രദേശങ്ങളാണ്, ബോർഡറിൽ കിടക്കുന്ന പ്രദേശങ്ങളാണ്, വളരെ സെൻസിറ്റീവാണ്. അപ്പം ഇത് കേന്ദ്രം ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴത്തേക്ക് അല്ല, അവിടെയാണ് എൻ്റെ ഒരു സംശയം. ഞാനിപ്പോൾ ആദ്യം ചോദിച്ചത് തന്നെയാണ്, ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പദവിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ഈ ഫെഡറലിസ്റ്റ് രീതിയിലൂടെ മുമ്പിലോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൂടുതലാണ്. സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടായിരിക്കും, ശക്തമായ ഗവൺമെൻറ് ഉണ്ടായിരിക്കും. അത് ആരാണെങ്കിലും ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണുള്ളത്. പക്ഷേ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അത്തരത്തിലൊരു സംഭവം നടക്കുന്നില്ല. അവർക്ക് കൂടുതൽ ഇപ്പം കൾച്ചറലായിട്ടും മറ്റ് ഡെമോഗ്രഫിക്കായിട്ടും ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേന്ദ്രം തന്നെ ആ സ്ഥലം നമ്മൾ ഭരണത്തിൽ ഏറ്റെടുക്കുന്നത്. അപ്പം അത് മാറിയാൽ ഞാൻ ചോദിക്കുന്നത്, ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിൽ നിന്ന് മാറി സംസ്ഥാന പദവികളിലേക്കോ സംസ്ഥാനങ്ങളായിട്ടോ മാറണം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്താൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ജനങ്ങളുടെയും സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഈ ഓരോ കാര്യങ്ങളിലും ഉണ്ടാവും. അത് കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരിക്കുമ്പോഴത്തേക്ക് ജനങ്ങളിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻപുട്ട് അവർക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ഇന്റലിജൻസ് വീഴ്ച ഉണ്ടാവാനുള്ള ഒരു കാരണം അതാണ്. അതെ, ഇപ്പം കേരളത്തിൽ ഇപ്പോൾ CPM-നകത്ത് നമുക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും CPM-ന്റെ അണികളും ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ അത് കേന്ദ്രഭരണ പ്രദേശമാകുമ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേറ്ററിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഇന്റലിജൻസിന് ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിൽ നിന്ന് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഗവൺമെന്റിന് ഇന്റലിജൻസ് ഗ്യാദറിങ്ങിനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലഡാക്കിൽ ഇപ്പോൾ ഇത് സംഭവിച്ചതിന്റെ കാരണം അവിടെ ഉള്ള ലോക്കൽ ഇന്റലിജൻസ് ഗ്യാദറിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു ജനകീയ നേതാവായിട്ടും വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടും പ്ലാനിംഗ് വിദഗ്ധനായിട്ടും എഞ്ചിനീയറുമായിട്ടും ഒക്കെ ഇദ്ദേഹം പരിലസിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ശത്രു രാജ്യവുമായിട്ട് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വേറെ ഒരു തരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ആസാമിലെ ഒരു MP-യുടെ ഭാര്യ, അവർ വിദേശ വനിതയാണ്. അവരും ISI-യുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ വളരെ ചർച്ചയാണ്. 12-14 പ്രാവശ്യം അവർ പാകിസ്ഥാനിൽ പോയി ISI ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു സെക്യൂരിറ്റി റിസ്ക് ആണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ പാകിസ്ഥാൻ ഈ നമ്മൾ പുറത്ത് കാണുന്ന യുദ്ധം പോയിട്ട് അടിയിൽ കൂടെ അവരൊരു ഇന്റലിജൻസ് വാർ, സ്പൈ വാർ ഒക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് വളരെ ഏറ്റവും എന്താ പറയുന്ന സാധ്യതയുള്ള ഒരു സ്ഥലം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതാണ് നമ്മളിപ്പോൾ ലഡാക്കിൽ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സെക്യൂരിറ്റി ഇല്ലായ്മ വരുന്നത് അവിടെയാണെന്നാണ്. ആ സെക്യൂരിറ്റി ഇല്ലായ്മ വരുന്നത് നമുക്ക് ലോക്കൽ ഇന്റലിജൻസ് ഗ്യാദറിങ്ങിനകത്തുള്ള പ്രശ്നമാണ്. ഇപ്പൊ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതൊരു NCT ആണ്. അപ്പം അവിടുത്തെ ജനങ്ങളുമായിട്ടും ഗവൺമെന്റുമായിട്ടും ഒക്കെ അവർക്ക് ബന്ധമുണ്ട്, ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡൽഹി പോലീസിനാണ് അതിന്റെ ചുമതല. അത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഇത്രയും ജാഗ്രതയൊന്നും നമ്മൾ മറ്റ് ബോർഡർ പ്രദേശങ്ങളിലോട്ട് നമ്മൾ കാണിക്കുന്നില്ല. ലഡാക്കിൽ ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന് ഇന്റലിജൻസ് ഏജൻസികളൊന്നും നേരത്തെ റിപ്പോർട്ട് കൊടുത്തിരുന്നില്ല എന്നാണ്. ലഡാക്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പഹൽഗാമിലും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെ അടുത്ത് നമുക്ക് വരാനുള്ള ഒരു സാധ്യത ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലമാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലവും ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലല്ല, അവിടെയും കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ISI പോലുള്ള സാധനങ്ങൾക്ക് വരാനും ഓപ്പറേറ്റ് ചെയ്യാനും ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ഥലമാണ്.
കാര്യം നമ്മുടെ മാൽദീവ്സിലൊക്കെ IS നല്ല രീതിയിൽ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മാൽദീവ്സ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ലക്ഷദ്വീപിലും സെക്യൂരിറ്റി, ഇന്റലിജൻസും സെക്യൂരിറ്റിയും ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകും. കാര്യം ചൈനയ്ക്കും പിന്നെ ശ്രീലങ്കയ്ക്കും ഒക്കെ നോട്ടമുള്ള ഒരു സ്ഥലമാണ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ്. നമുക്ക് വളരെ നിസ്സാരമാണ് ലക്ഷദ്വീപെങ്കിലും. പിന്നെ അതേപോലെ തന്നെയാണ് ഇനി വേറൊരു വിഷയം വരുന്നത് പുതുച്ചേരി എന്ന് പറയുന്ന സ്ഥലമാണ്. പുതുച്ചേരിയിൽ ഇതിൻ്റെ വേറൊരു വെർഷനാണ്. പുതുച്ചേരി എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും മുൻകാലത്ത് നമ്മുടെ ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന കേരളത്തിലെ മാഹിയും യാനവും, യാനം ആന്ധ്രാപ്രദേശിലാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളും ഈ രണ്ട് പ്രദേശങ്ങളും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ പുതുച്ചേരിയിലുള്ള ഗവൺമെന്റിന് ഇത്രയും ദൂരത്തുള്ള രണ്ട് പ്രദേശങ്ങളിലുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ യാന യഥാർത്ഥത്തിൽ അത് ഏത് സംസ്ഥാനത്തിന്റെ കൂടെയാണോ ചേർന്ന് കിടക്കുന്നത് ആ സംസ്ഥാനത്ത് ലയിപ്പിക്കേണ്ടതാണ്. കാര്യം നമ്മുടെ ഭരണഘടനയിൽ ലിംഗ്വിസ്റ്റിക് രീതിയിലാണ് നമ്മൾ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്. അപ്പോൾ മലയാളം സംസാരിക്കുന്ന മാഹി എന്തുകൊണ്ട് കേരളത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ആരും ആവശ്യപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മദ്യത്തിന്റെ വില കുറവിനെ ആശ്രയിച്ചിട്ടാണ് ഇവർ പലരും അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയ്ക്ക് അകത്ത് കിടക്കുന്ന മാഹി ഭരിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ പോണ്ടിച്ചേരി അനുവദിക്കുന്നു? അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് ഇത് ഒരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, ഇത് ലോങ് ടേമിൽ ഇന്റലിജൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകുന്നതാണ്. ഇപ്പൊ തന്നെ ഇപ്പം സിലിഗുരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചിക്കൻ നെക്ക്. അത് നമ്മുടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബോർഡർ 2-3 രാജ്യങ്ങളുടെ അതിർത്തികൾ യോജിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സെക്യൂരിറ്റി ഫോഴ്സസ് ഒരു സൈഡിൽ നിന്നുണ്ട്, ഇന്റലിജൻസ് ഫോഴ്സസ് വേറൊരു സൈഡിൽ നിന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ ഈ രീതിയിൽ പോകുന്നത്. പക്ഷേ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വരും കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ നമുക്ക് രാജ്യത്തിന് വിരുദ്ധരായിട്ടുള്ള ശക്തികൾക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സേഫ് ഹാവനായിട്ട് അത് മാറും. ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ലഡാക്കിൽ കണ്ടത്. ലഡാക്ക് മോഡല് കലാപങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ISI പ്ലാൻ ചെയ്തിരുന്നു. ഇതിനെല്ലാം അവരുടെ ഫണ്ടിങ് എല്ലാം അവരുടെ FCRA ലൈസൻസ് എടുത്ത് കളഞ്ഞു. ഈ FCRA ലൈസൻസ് എന്നും എടുത്ത് കളയേണ്ടതായിരുന്നു. കാര്യം FCRA ലൈസൻസിൽ പ്രശ്നമുണ്ടെന്ന്. കാര്യം FCRA ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഡൽഹിയിലെ ഒരു SBIയുടെ ഒരു ബ്രാഞ്ചിൽ മാത്രമാണ് FCRA ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷനിലെ ഈ ഇറഗുലാരിറ്റീസ് മുഴുവൻ അവർക്ക് എന്നേ കണ്ടുപിടിക്കാമായിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് അവരുടെ FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ താമസിച്ചത് തന്നെ ഞാൻ ഈ പറയുന്ന സെക്യൂരിറ്റി വീഴ്ചയുടെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രാജ്യസുരക്ഷയെ പറ്റി നമ്മളെ മിസൈലും വിമാനങ്ങളും ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ചില ഇടങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും പ്രത്യേക കരുതലും ഇല്ലെങ്കിൽ സത്യത്തിൽ ഈ പറയുന്ന പ്രദേശങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമേ ഉള്ളൂ. കൂട്ടിച്ചേർക്കേണ്ടതാണെങ്കിൽ കൂട്ടിച്ചേർക്കുക, അല്ല സെപ്പറേറ്റ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ തന്നെ ജനങ്ങളുമായിട്ട്. പോണ്ടിച്ചേരിയിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ വരുന്നില്ല, ജനങ്ങളുമായിട്ടുള്ള ഇത് കിടപ്പുണ്ട്. പക്ഷേ ദൂരത്ത് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് ലയിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. ബാക്കിയുള്ളവയെ ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങൾക്ക് രൂപീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളെ വീഴ്ച എന്ന് പറയുന്നത് കുറഞ്ഞു. ജമ്മു കാശ്മീരിലും ലഡാക്കിലും അത് ആർട്ടിക്കിൾ 370 ക്യാൻസൽ ആയതിനു ശേഷം നമ്മൾ പ്രത്യേകമായിട്ട് നിർത്തിയിരിക്കുന്നതിന്റെ പുറത്ത് നമുക്ക് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് ആവശ്യപ്പെടാത്തത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും നിർത്തേണ്ടത് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് നിർത്തേണ്ടത്. ബാക്കി നമുക്ക് ലയിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലയിപ്പിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ പുതുച്ചേരിക്കൊക്കെ പൂർണ്ണ സംസ്ഥാന പദവി കൊടുത്ത് അവരുടെ ഈ ഭാഗങ്ങളെടുത്ത് മാറ്റുകയാണെങ്കിൽ, തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങളൂടെ ചേർക്കുകയാണെങ്കിൽ അത് രണ്ട് സംസ്ഥാനങ്ങളായിട്ട് രൂപീകരിക്കും. എന്നിട്ട് ഈ മാഹി വ്യാനോ ഒക്കെ നമുക്ക് ആ പ്രദേശങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ആർട്ടിക്കിൾ 16 പറ്റിയിട്ടാണ് നമ്മൾ അത് വരുമ്പോൾ കുറച്ച് സംസ്ഥാനങ്ങൾ ഉണ്ടാവുകയും കേന്ദ്രഭരണ പ്രദേശങ്ങൾ സ്വാഭാവികമായിട്ട് ഇല്ലാതാവുകയും ഈ പറഞ്ഞതുപോലെ ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. അത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഇത് വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. തീർച്ചയായിട്ടും.